എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒരാള് ശബ്ദമുയർത്തി വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം. ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. മതി. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. യേശു നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന വാക്യമാണിത്. നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന വാക്യമാണ്. എന്താണ് നമ്മൾക്ക് സാധിക്കാത്ത കാര്യം? ഫലം കായ്ക്കാൻ കഴിയുകയില്ല. ഫലം കായ്ക്കാൻ കഴിയുകയില്ലെന്ന് പറയാൻ കാരണം, മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിക്കുന്നത് പോലെ യേശുവിൽ വസിച്ചിട്ടല്ലാതെ നമ്മൾക്ക് ഫലം കായ്പാൻ കഴിയുകയില്ല എന്നുള്ള കാര്യമാണ് കർത്താവിടെ ഓർപ്പിക്കുന്നത്. പല ഭാഗത്തും എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാതിരുന്നാൽ നമ്മൾക്ക് എന്ത് കഴിയുകയില്ലെന്ന് പറയുന്നൊരു വാക്യമാണ് ഈ വാക്യം. മുന്തിരിവള്ളിയിൽ വസിക്കാം. മുന്തിരിവള്ളിയിൽ ചേർന്ന് കൊമ്പ് വസിച്ചാൽ മാത്രമേ അതിന് ഫലം കായ്ക്കാൻ കഴിയുള്ളൂ. ആ ഫലം കായ്ക്കാനുള്ള എല്ലാ സ്രോതസ്സുകളും മുന്തിരിവള്ളി കൊടുത്തെങ്കിൽ മാത്രമേ കൊമ്പിന് ഫലം കായ്ക്കാൻ കഴിയുള്ളൂ. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവകൃപയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫലം കായ്ക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് മാത്രമേ കായ്ക്കാൻ പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യമാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. ഫല കായ്ക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന വാക്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. സ്തോത്രം. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളോട് ചേർന്നിരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കും. നമ്മളോട് ചേർന്നിരിപ്പാൻ നമുക്ക് ആഗ്രഹമുണ്ട് കർത്താവിനോട് ചേർന്നിരിക്കണമെന്ന്. നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള ആഗ്രഹത്തെക്കാൾ ദൈവത്തിന് നമ്മളോട് ചേർന്നിരിപ്പാൻ ആഗ്രഹമുണ്ട്. നമ്മളെക്കാൾ അധികം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. നമ്മോടൊപ്പം ഇരിപ്പാൻ, നമ്മോട് ചേർന്നിരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, തോട്ടത്തിൽ ആദാമിനോടും ഹവ്വായോടും ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, അല്ലെ? വെയിലാറിയപ്പോൾ അവൻ അവരോട് കൂടെ നടക്കുവാൻ വരുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉൽപ്പത്തിയിൽ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? കൂടെ വസിക്കേണ്ടതിന്, അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. അവരോട് പറയുക, കൽപ്പന കൊടുക്കുമ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കേണ്ടത്, നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടത്, നിങ്ങൾ എനിക്ക് എന്തുണ്ടാക്കണം? ഒരു കൂടാരം ഉണ്ടാക്കണം. ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി ഇസ്രായേൽ 12 ഗോത്രങ്ങളുടെ നടുവിൽ തേജസ്സിൽ ഇറങ്ങി വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. അപ്പോൾ അവരോട് കൂടെ വസിക്കുവാനും കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് അവരോടൊപ്പം വസിക്കാൻ ആഗ്രഹിച്ച ഒരു കർത്താവ്, അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന കർത്താവ് പറയുകയാണ്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവിടെ നടുവിൽ ഞാൻ ഉണ്ട്. നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, കൂടി വരുന്നവരുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. അപ്പോൾ ആരംഭം മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? കൂടെ വസിക്കണം. കൂടെ നടന്ന് കൂടാരത്തിൽ വസിച്ച് കൂടി വന്നവരുടെ നടുവിൽ വസിച്ച് എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ നമ്മളെ ദൈവത്തെ സ്തുതിക്കണം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ സ്നേഹിച്ചില്ലെങ്കിലും, നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും ഇങ്ങോട്ട് സ്നേഹിച്ച് ഇങ്ങോട്ട് വന്ന് നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മൾ സ്നേഹിക്കുന്ന കർത്താവ്. ഇത്ര നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരാളെ എപ്പോഴും വിളിച്ചും പറഞ്ഞും മിണ്ടിയും മെസ്സേജ് അയച്ചും ഇരുന്നില്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ അവർ നമ്മൾ എന്ത് ചെയ്യും? വിട്ടുപോകും, അല്ലേ? പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് മഹത്വം. എന്നാൽ ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? എത്ര അകന്നു പോയാലും മടങ്ങി വരുന്നത് വരെ കാത്തിരിക്കുന്ന ഒരു നല്ല അപ്പനാണ് നമ്മുടെ ദൈവം. മുടിയനായ പുത്രൻ മടങ്ങി വരാൻ വേണ്ടി നീണ്ട വർഷങ്ങൾ കാത്തിരുന്നത് പോലെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വസിക്കണം. ആരിൽ വസിക്കണം? എന്നിൽ വസിക്കണം. ഇപ്പൊ എന്നോട് കൂടെ വസിക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ ഡീപ്പായിട്ട് വസിക്കുന്നതിനെ കുറിച്ച് പറയുകയാ. ആദ്യം കൂടെ നടക്കാൻ ആഗ്രഹിച്ചു, പിന്നെ കൂടാരത്തിൽ വസിക്കാൻ ആഗ്രഹിച്ചു, പിന്നെ കൂടി വന്നവരുടെ നടുവിൽ ആഗ്രഹിച്ചെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്ത് ചെയ്യണം? വസിക്കണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. കർത്താവ് അതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ കർത്താവിൽ വസിക്കണം. കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. മുന്തിരി വള്ളിയിൽ കൊമ്പ് എങ്ങനെ ചേർന്നിരിക്കുന്നു അതുപോലെ ചേർന്നിരിപ്പാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന തുറന്ന് പറയുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് തന്റെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മളോട് പറയുക. നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മളെ കുറിച്ചുള്ളത് പറയുക. വ്യക്തിപരമായി ഒരു കൊമ്പ് ഒരു വള്ളിയിലെ ഒക്കെ ചേർന്നിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി കർത്താവിനോട് ചേർന്ന് വസിക്കണം. അതാ ദൈവത്തിന്റെ പ്ലാൻ. കർത്താവിന്റെ പ്രാർത്ഥനയൊക്കെ അതായിരുന്നു. കർത്താവ് എന്താ പിതാവായ ദൈവത്തോട് പറയുന്നതെന്ന് അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായം 14-ാമത്തെ വാക്യം. ആ പ്രാർത്ഥന ഒന്ന് വായിച്ചാട്ട് ഒരാള്. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരാ. 21-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിച്ചു. 21-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകണം. ശിഷ്യന്മാരെല്ലാം ഒന്നാകണം. യേശുവിനെ സ്വീകരിച്ചവരെല്ലാം ഒന്നാകണമെന്നും. പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവര് നമ്മിലാകണമെന്ന് ആരാഗ്രഹിക്കും? പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥനയാ, യേശുവിന്റെ ഒരു പ്രാർത്ഥനയാ, പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ അവരെല്ലാം നമ്മിലാകണമെന്ന് ആരാ പ്രാർത്ഥിക്കുക? യേശു പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആഗ്രഹം നോക്കിക്കേ. നമ്മൾ ദൈവത്തിലാകണമെന്നും ദൈവത്തിൽ വസിക്കണമെന്നും ഒക്കെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട് അതിനു വേണ്ടി, കൂടെ വസിക്കാൻ വേണ്ടി, അല്ലേ? അതിനോട് ചേർന്ന് തന്നെ ഒരു വാക്യോടെ വായിച്ച 14:23. യേശു അവരോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. എന്റെ വചനം പ്രമാണിക്കും. വചനം പ്രമാണിക്കുന്നതുകൊണ്ട് എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന്, ഞങ്ങൾ രണ്ടുപേരും കൂടെ, ആരെ? പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും കൂടെ തന്നെ സ്നേഹിക്കുന്ന, വചനമനുസരിക്കുന്ന, കൽപ്പന പ്രമാണിക്കുന്ന അവന്റെ അടുക്കൽ വന്ന് വരുമെന്ന് മാത്രമല്ല, അവനോടുകൂടെ വാസം ചെയ്യുമെന്നാ പറയുന്നത്. അവനോടുകൂടെ വാസം ചെയ്യുമെന്നൊരു ഉറപ്പ് കർത്താവ് തരികയാ. അവനോടുകൂടെ വാസം ചെയ്യുമെന്ന്. അപ്പോൾ ആഗ്രഹിക്കുക കർത്താവ് നമ്മളോട് കൂടെ വസിക്കാൻ, തന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെ വസിക്കാൻ. കർത്താവ് മാത്രമല്ല, പിതാവായ ദൈവവും പുത്രനായ യേശുവും ഒരുമിച്ച് ഹൃദയത്തിൽ വസിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ നമ്മളെ അടുത്ത് വരിക മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത്ര നല്ല ദൈവത്തെ നമ്മൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏത് മതത്തിൽ കിട്ടും ഇങ്ങനൊരു ദൈവത്തെ? ഏതൊരു വ്യക്തിയിൽ കാണും ഇങ്ങനൊരു സ്നേഹത്തെ? ഇല്ലേ? ഞങ്ങൾ വരാം, നിന്റെ അടുത്ത് വരാം, നിന്റെ ഉള്ളിൽ വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പറയുന്ന, അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു യേശു. ഇതാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം. ഇത് മകൻ, ആ സ്നേഹം മനസ്സിലാക്കിയവർ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഉള്ളിൽ നന്ദിയുള്ളവരായിരിക്കണം. കാര്യം, കർത്താവ് നമ്മളെ അത്രമാത്രം ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവാണ്. കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നവരെ എന്താ പറയുന്നത്? ഞാൻ അങ്ങോട്ട് വരികയാണ്, അല്ലേ?
മെസ്സേജ് അയക്കും, ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നോട് ഒപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നോട് കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു ഒക്കെ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ ബന്ധം അധികം താമസിക്കാതെ അകലാൻ തുടങ്ങും, ഇല്ലേ? അതിനകത്തൊരു മടുപ്പുണ്ടാകും. കൂടെ വസിക്കണമെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം, ഒരു ബന്ധം ഉണ്ടാകണം, സംസാരിക്കും, ആശയങ്ങൾ കൈമാറും, ഗിഫ്റ്റുകൾ കൈമാറും. ഈ ദിവസങ്ങളിലൊക്കെ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഒക്കെ വരിക. എന്താ കാര്യം എന്നറിയാം? പുതിയതായിരിക്കുന്ന ആളുകളെ കണ്ടുമുട്ടാനും തമ്മിൽ കൂട്ടുകാരായിരിക്കുന്നവരുടെ സൗഹൃദങ്ങൾ പുതുക്കാനും ഒക്കെ ഉള്ള ഡേ ആണ് വാലന്റൈൻസ് ഡേ, അല്ലേ? അതുപോലെ തന്നെയാണ് പല ബന്ധങ്ങളും തുടക്കത്തിൽ തുടങ്ങിയൊക്കെ വെക്കുമെങ്കിലും നിലനിൽക്കുന്നില്ല. പല കാരണത്താൽ അത് അവസാനിക്കുമ്പോൾ ഇവിടെ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധം പിതാവും പുത്രനും തന്നിൽ വിശ്വസിക്കുന്ന ദൈവജനവുമായിട്ടുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിന്റെ പ്രത്യേകത അത് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടുത്തെ പല ബന്ധങ്ങളും പല വാസങ്ങളും മരണം കൊണ്ട് തീരുമ്പോൾ ഈ ബന്ധം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറത്ത് നിത്യതയോളം തുടരുന്ന ഒരു ബന്ധമാണ് ഈ ബന്ധം. ഇതൊരിക്കലും അവസാനിക്കാത്ത ബന്ധമാണ്. ഈ ബന്ധത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നത്, മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിക്കുന്ന പോലെ നീ എന്നിൽ വസിക്കണം, വസിച്ച് ഫലം കായ്ക്കാൻ വേണ്ടി കർത്താവ് വിളിക്കുകയാണ്. നമ്മൾ എത്ര പേര് ആ ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്, ആ വാസം ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പേഴ്സണൽ ബന്ധം ദൈവമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. കുടുംബപരമായിട്ടുള്ള ബന്ധമല്ല, വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. ഈ സഭാപരമായിട്ടുള്ള ബന്ധമല്ല, വ്യക്തിപരമായിട്ടുള്ള ബന്ധം. ഞങ്ങളുടെ സഭയ്ക്ക് യേശുവുമായിട്ട് നല്ല ബന്ധമാണ്, ആ സഭയിലാണ് ഞാൻ പോകുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും ബന്ധുക്കളും ചാച്ചക്കാരും പ്രിയപ്പെട്ടവരും ഒക്കെ ഭയങ്കര ദൈവവിശ്വാസികളാ. ആ ദൈവത്തെ ഞാൻ സേവിക്കുന്നെന്ന് പറയുന്നത് കുടുംബ ബന്ധമാണ്. പക്ഷേ ഈ സഭാബന്ധവും കുടുംബ ബന്ധവും കൊണ്ട് കാര്യമില്ല. വ്യക്തിപരമായി ആ ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. കർത്താവ് പറയുന്നത് അതാണ്, ചേർന്നിരുന്നോണം. മുന്തിരിവള്ളി കൊമ്പിനോട് ചേർന്നിരിക്കുന്നത് പോലെ ബന്ധങ്ങൾ നേരിട്ടായിരിക്കണം. ഇവിടെ കാര്യങ്ങൾ തീർപ്പാനുള്ളത് ബന്ധങ്ങൾ നേരിട്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ അമ്മയുടെ കെയർ ഓഫിലല്ല, സഭക്കാരുടെ കെയർ ഓഫിലല്ല, ആ കുറെ കൂട്ടായ്മക്കാരുമായിട്ടുള്ള ബന്ധത്തിലല്ല. ഈ ബന്ധം ഉണ്ടാകേണ്ടത്, വസിക്കേണ്ടത് വ്യക്തിപരമായുള്ള ബന്ധത്തിലാണ്. നമ്മുടെ തലമുറകൾ നമ്മൾ അറിഞ്ഞ ദൈവത്തെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾ വ്യക്തിപരമായി ദൈവത്തിൽ വസിക്കുന്നവരായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കുള്ള ബന്ധവും കൂട്ടായ്മയും മറ്റുള്ളവരെക്കാൾ അധികമായി, ഈ ഭൂമിയിലുള്ള സകലത്തെക്കാൾ അധികമായി യേശുവുമായിട്ടായിരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോണം. അവർ ദൈവവുമായിട്ടൊരു കണ്ടുമുട്ടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് മഹത്വം. അവരെവിടുന്ന നന്മകൾ സ്വീകരിക്കേണ്ടത്, അവരെവിടുന്ന അനുഗ്രഹം സ്വീകരിക്കേണ്ടത്, അവരെവിടുന്ന ഉപദേശം സ്വീകരിക്കേണ്ടത്? അവർ ഈ മുന്തിരിവള്ളി, സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവിൽ നിന്ന് അവരെ എല്ലാം സ്വീകരിച്ച് ഫലം കായ്ക്കുന്നവരായി മാറാൻ വേണ്ടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇപ്പോൾ പലയിടത്തുനിന്നും പലതും പ്രാപിച്ച് പലതരത്തിലുള്ള ഫലമാണ് പലരും കായ്ക്കുന്നത്. സഭയ്ക്കകത്ത് കായ്ക്കുന്നില്ല, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നില്ല, മറ്റെവിടേക്കോ ഫലം കായ്ക്കുമ്പോൾ ഈ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. അവർ കർത്താവിൽ നിന്ന് സ്വീകരിച്ചിട്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. അങ്ങനെ ഫലം കായ്ക്കണമെങ്കിൽ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കണമെന്നാ പറയും. മുന്തിരിവള്ളിയിൽ വസിക്കണം, സ്ഥിരവാസം ചെയ്യണം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നതാണെങ്കിൽ പ്രയോജനമില്ല, വളർച്ച ഉണ്ടാകത്തില്ല, ഫലം കായ്ക്കുന്നില്ല. അതിന് പകരം ഈ മുന്തിരിവള്ളിയിൽ കൊമ്പെന്ത് ചെയ്യണം? വസിക്കണം, സ്ഥിരവാസം ചെയ്യണം, അവിടെ ഉറച്ചിരിക്കണം, അവിടെ തന്നെ നിലനിൽക്കണം. ഒട്ടിച്ചു വെച്ചാൽ പറ്റുകയില്ല. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, ജാതികൾ സഭയോട് ചേർന്ന് എങ്ങനെയാണെന്നുള്ള വിശദീകരണം പറയുന്നത്, കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടിയെടുത്തു കൊണ്ടുവന്ന് നാട്ടൊലിവോട് എന്ത് ചെയ്തു? ഒട്ടിച്ചു ചേർത്തു. സ്വാഭാവികമായിരിക്കുന്ന ഒരു കൊമ്പിനോട് വെട്ടിയെടുത്ത മറ്റൊരു കൊമ്പ് കൊണ്ട് ചേർത്ത് വെച്ച് വളരാൻ അനുവദിച്ചു. എങ്കിലും പൗലോസ് മുന്നറിയിപ്പ് തരുന്നുണ്ട്, നിലനിൽക്കുന്നു എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവത്തിന് പ്രസാദം ലഭിക്കത്തുള്ളൂ, അവിടെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം
ചേർത്തൊട്ടിക്കുന്നതൊക്കെ പെട്ടെന്ന് വീണു പോകാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായി വളരണം. എന്നാൽ ഇവിടെ ജാതികളെ ചേർത്തൊട്ടിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ വളരാനുള്ള സമയം കൊടുത്ത് വളർന്ന് സ്വാഭാവിക കൊമ്പിന്റെ ഭാഗമായി ഒന്നായി സമയമെടുത്ത് വളർന്ന് 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 ഫലം കായ്ച്ചു. ഈ ഒട്ടിച്ചു ചേർത്ത കൊമ്പ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഒരു മരമാണെന്നേ വിചാരിക്കത്തുള്ളൂ. അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെയാ. ഈ യേശുവിനോട് ചേർത്ത് നമ്മളെ ഒട്ടിച്ചിരിക്കുക. നമ്മൾ അല്പം സമയമെടുത്താലും നമ്മൾ ആരാകും? യേശുവിനെ പോലെ ആകും. അത് വിശ്വസിക്കണം. ജീവിതത്തിൽ ചില പെശകുകളൊക്കെ ഉണ്ട്, ചില കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. യേശുവിന് ചേരാത്തത്, യേശു എന്ന് പറയുന്നതായ ആ വള്ളിക്ക് ചേരാത്ത മുന്തിരി വള്ളിക്ക് ചേരാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഇങ്ങനെ ദൈവസ്നേഹമാകുന്ന പശ കൊണ്ട്, രക്ഷയാകുന്ന പശ കൊണ്ടൊക്കെ ഒട്ടിച്ച് ചേർത്ത് കെട്ടിവെച്ച് നമ്മളെ വളർത്തി 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 കൊണ്ടുവരിക. അധികം താമസിക്കാതെ നമ്മൾ സ്വാഭാവിക കൊമ്പിനോട് ഒന്നാകും. യേശുവിനോട് ഒന്നായി നമ്മൾ വളർന്ന് യേശുവിനെ പോലാകും. നമ്മളെ കൊണ്ട് സാധിക്കും. ദൈവം അത് ചെയ്യും. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. മാറ്റങ്ങൾ നമുക്കുണ്ടാകണം. അപ്പോൾ ഇവിടെ പറയൂ, സ്വാഭാവികമായിരിക്കുന്ന ഒരു വളർച്ച നമ്മളുണ്ടാകണം. യേശുവിൽ നിന്ന് സ്വീകരിച്ച്, യേശുവിൽ നിന്ന് പ്രാപിച്ച് ഫലം കായ്ക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിച്ച്, വ്യക്തിപരമായ ദൈവത്തോടൊരു ബന്ധം ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഫലം കായ്ക്കാൻ, അല്ലേ? ഈ യേശു നമ്മളെ വിളിക്കുകയാണ്, നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുക. നീ വാ, എന്നോട് ചേർന്നിരിക്കെ, നീ ഫലം കായ്ക്കും. എന്നോട് ചേർന്നിരുന്നാൽ നീ ഫലം കായ്ക്കും. നിനക്ക് ഗുണമുണ്ടാകും, നിന്നെക്കൊണ്ട് പ്രയോജനമുണ്ടാകും. വെറും ഒരു ചെടി പോലെ കുറെ നാളിരുന്നിട്ട് വെട്ടി തീയിടാനല്ല, നീ ഫലം കായ്ക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് എന്ത് ചെയ്തുകൊള്ളണം, ഇരിക്കണം. അപ്പോൾ വാസം ചെയ്യുക, സ്ഥിരമായിട്ട് വസിക്കുക എന്നുള്ളതാണ് പ്രധാനമായുള്ള വിഷയം. അപ്പോൾ അവിടെ വാസം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വസിക്കണമെങ്കിൽ നിലനിൽക്കണം. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുക നമ്മൾ അവനിൽ വസിക്കണമെന്നും അവൻ നമ്മളിൽ വസിക്കണമെന്നും, ഇല്ലേ? ദൈവം നമ്മളിൽ വസിക്കണം, നമ്മൾ അവനിൽ വസിക്കണം. നമ്മളിങ്ങനെ പാട്ടും പാടി പ്രാർത്ഥിച്ച് പല പല കാര്യങ്ങൾ ചെയ്തു പോകുന്നെങ്കിലും വാസം ചെയ്യുന്നില്ല. ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒത്തിരി ദൈവിക കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് തോന്നും അത് ഫലമാണെന്ന് തോന്നും, ഫലമുളവാക്കും തോന്നും. പക്ഷെ അത് കർത്താവിൽ നിന്നല്ലാതെ പ്രാപിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിൽ ദൈവം പ്രസാദിക്കുകയില്ല. ഒത്തിരി പേര് ഫലം കായ്ക്കുന്നുണ്ട്. നമുക്ക് തോന്നും അത് ഫലമാണ്, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, കർത്താവാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതൊക്കെ നമുക്ക് ലോകത്തിൽ തോന്നും. അത് നമ്മുടെ കണ്ണിന്റെ കുഴപ്പമാണ്. വിവേചിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കർത്താവിന്ന് പ്രാപിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇത് വരുന്നത് മുന്തിരിവള്ളിയിൽ നിന്നല്ല. ഈ കൊമ്പിന്റെ ഫലം കായ്ക്കുന്നത് ശരിയായ രീതിയിലല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് ഫലം കായ്ക്കണം. കർത്താവിൽ വസിക്കുന്നവർ ഫലം കായ്ക്കണം. യേശുവിൽ നിന്നുള്ള ഫലം കായ്ക്കണം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും യേശുവിനെ കൊണ്ട്, അല്ലേ? യേശു വളരെ ഔദാര്യശീലമുള്ള കർത്താവാണ്. ആര് വന്ന് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്തു കൊടുക്കാൻ മനസ്സുള്ളൊരു കർത്താവാണ്. അത് ഈ ജാതി മതഭേദമില്ലാതെ ആർക്കും കർത്താവ് എന്ത് ചെയ്യും, അല്ലേ? നമുക്കറിയാം, ബൈബിൾ പഠിക്കുമ്പോൾ തന്നെ എത്രയോ ജാതികളായിരിക്കുന്ന ആളുകൾ യേശുവിങ്കിൽ നിന്നും അത് വിടുതൽ പ്രാപിച്ചു. അപ്പോൾ ചില പൊതു നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ കർത്താവിങ്കിൽ നമ്മൾ പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ യേശുവിൽ വസിക്കുന്നുണ്ട് എന്നുള്ള തെളിവൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ഒരു വലിയൊരു വീടിന്റെ മുമ്പിൽ പോയി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ഹാപ്പി ഡേ ആണ്, ഞാൻ വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞ് ഒരു കൊട്ടാര തുല്യമായ വീടിന്റെ മുമ്പിൽ പോയി പോസ്റ്റ് ചെയ്താലൊന്നും ആ വീട് നമ്മുടെ സ്വന്തമാകണമെന്നും നമ്മൾ അവിടെ വസിക്കുന്നവരാണെന്നും ഒക്കെ വരണമെന്നില്ല, ഇല്ലേ? അത് വ്യാജമാണ്, ഫോഷ്കാണ്. അതുപോലെ ഇത് പലരും കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലരുണ്ടല്ലോ, ഈ ചില അഡ്രസ്, നിയർ പാലസ്, ഇന്ന വീട് അല്ലെങ്കിൽ ഇന്നെന്നൊക്കെ പറഞ്ഞ് നിയർ എന്ന് പറഞ്ഞ് അഡ്രസ്സ് വെക്കും. നിയർ എന്ന് വെച്ചാൽ അതിന് അടുത്താണെന്നേ അർത്ഥമുള്ളൂ. അതിൽ താമസിക്കുന്നുവെന്ന്
അർത്ഥമില്ല. അതുപോലെ തന്നെയാ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ അടുത്താണെന്നും കർത്താവിന്റെ മുമ്പിലാണെന്നും ഒക്കെ പറഞ്ഞ കർത്താവിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല കാര്യങ്ങൾ ലോകത്തിൽ ചെയ്ത് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ പറ്റും. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മൾ ഈ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവനിൽ സ്ഥിരമായി വസിച്ചെങ്കിൽ മാത്രമേ, അവൻ നമ്മളിൽ വസിച്ചെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ പറ്റുകയുള്ളൂ. അവിടെ ശോധന ചെയ്യണം, നമ്മളെ കർത്താവ് വസിക്കുന്നുണ്ടോ, അതിന്റെ ഗുണം വല്ലതും ഉണ്ടോ, അതിന്റെ ഫലം വല്ലതും കായ്ക്കുന്നുണ്ടോ, കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിലുമാണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യും. ഒരു മരമൊക്കെ ആ മരം ഏതാണെന്ന് തിരിച്ചറിയുന്നത് അതിന്റെ ഫലം കൊണ്ടാണെന്നാ കർത്താവ് പറഞ്ഞത്. ആ ഫലം വെളിപ്പെട്ടാലേ ആ മരം ഏതാണെന്ന് കുറച്ചുകൂടെ വ്യക്തമാകത്തുള്ളൂ. മരം കൊണ്ട് ഫലം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മണ്ണ് വൃഥാവാക്കാവുന്നേ ഉള്ളൂ. നമ്മളെ കർത്താവിന്റെ ആളാണെന്നും കർത്താവിൽ വിശ്വസിക്കുന്നവരാണെന്നും ഒക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ ഫലം കായ്ച്ചെങ്കിൽ മാത്രമേ യേശുവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്, ദൈവമായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ളത് ലോകത്തിന് മനസ്സിലാകത്തുള്ളൂ, നമുക്കും അത് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചേർന്നിരുന്നിട്ട് ഫലം കായ്ച്ചുകൊള്ളണം. ആരുടെ ഫലം കായ്ക്കണം? തെങ്ങിൽ തേങ്ങായെ കായ്ക്കത്തുള്ളൂ, അല്ലേ? പ്ലാവിൽ ചക്ക മാത്രമേ കായ്ക്കുള്ളൂ. അതുപോലെ കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിൽ നിന്ന് റിസീവ് ചെയ്ത ഒരാൾ ഫലം കായ്ക്കുന്നത് പിശാചിന്റെ ഫലമല്ല കായ്ക്കുന്നത്, മനുഷ്യന്റെ ഫലമല്ല കായ്ക്കുന്നത്, ലോകത്തിന്റെ ഫലമല്ല കായ്ക്കുന്നത്, മറിച്ച് യേശുവിന്റെ ഫലം കായ്ക്കണം, ദൈവത്തിന്റെ ഫലം കായ്ക്കണം. ആ ഫലങ്ങൾ കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും, ഈ ആള് കർത്താവിൽ വസിക്കുന്നവനാ, കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവനാ, കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ നിന്ന് ഫലം കായ്ക്കുന്നവനാണ്, അവിടുന്ന് പ്രാപിക്കുന്നവനാ. ഇവന്റെ അകത്ത് യേശുവുണ്ട്. ഈ ശൂന്യകാരത്തി അങ്ങോട്ട് കാണാൻ അറിയാമല്ലോ. എലീശ ഇങ്ങനെ കൂടെ പോകുമ്പോൾ ശൂന്യകാരത്തി പറയുകയാണ്, ഇതാ ഈ വഴി കൂടെ പോകുന്നതായ ഒരു മനുഷ്യനുണ്ട്. ഭർത്താവിനോട് പറയുക, അവൻ ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നു. ഒരത്ഭുതം അടയാളോ ഒന്നും പറഞ്ഞില്ല. എലീശ അതിലെ പോയപ്പോൾ ഒരു മിറക്കിളും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ അതുവഴി പോകുന്നത് കണ്ടപ്പോൾ, കൂടെ പോകുന്ന കണ്ടപ്പോഴേ ആ ശൂന്യകാർത്തിക്ക് മനസ്സിലായി ഇയാൾ ആരാണ്. അയാൾ ഫലം കൊണ്ട് മനസ്സിലായി ദൈവപുരുഷനാണ്. പല മരങ്ങളുടെയും ചെടികളുടെയും ശാസ്ത്രീയ നാമം വല്ലതും നമുക്കറിയാമോ? തെങ്ങെന്ന് പറഞ്ഞാൽ തെങ്ങെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതിനൊരു ശാസ്ത്രീയ നാമമുണ്ട്. കയ്യിൽ കിട്ടാത്ത, കടിച്ചാ പൊട്ടാത്ത, വായിൽ വരാത്ത ഒരു ശാസ്ത്രീയ നാമമുണ്ട്. അതൊന്നും നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. ആ ശാസ്ത്രീയ നാമം വായിച്ചിട്ടാണോ നമ്മൾ അത് തെങ്ങാണെന്ന് പറഞ്ഞത്? അല്ല. പിന്നെ ഒറ്റ കാര്യം കൊണ്ട് എന്താ, അതിന്റെ ഫലം കണ്ടിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് തെങ്ങാണ്, കായ്ക്കുന്ന തെങ്ങാണെന്ന്, ഫലമുള്ള തെങ്ങാണെന്ന്. യേശുവിന്റെ ഫലങ്ങൾ നമ്മൾ വെളിപ്പെട്ടിട്ട് വേണം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയാൻ, ഇവൻ യേശുവിൽ നിന്നുള്ളവനാ, ഇവന്റെ ഉള്ളിൽ യേശു ഉണ്ട് എന്ന് പറയാൻ. രോഗസൗഖ്യം നമുക്ക് യേശു തരും, ഇല്ലേ? വിടുതൽ തരും, സൗഖ്യം തരും, രോഗസൗഖ്യം തരും, കടം മാറ്റിത്തരും, ആപത്തിൽ വിടുവിക്കും, അപകടങ്ങൾ വിടുവിക്കും. യേശു നല്ലവനാ നമുക്ക്. പക്ഷേ നമ്മളിൽ യേശു ഉണ്ടോ, നമ്മൾ യേശുവിലാണോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കണം. എത്ര വർഷമായാലും, എത്ര വർഷമായി കൂട്ടായ്മയ്ക്ക് വരുന്ന ആളായാലും വസിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ഫലം കായ്ക്കണം. ഇവിടെ നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വന്ന് വസിക്കാം, അല്ലേ? കർത്താവ് പറയുന്നൊരു പ്രോമിസാ, ഞാൻ വന്ന് നിങ്ങളിൽ വസിക്കാം. വെളിപ്പാട് പുസ്തകമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ റെവലേഷൻ ചാപ്റ്റർ 3:20 നമുക്കറിയാവുന്ന വാക്യമാണ്, അല്ലേ? റെവലേഷൻ 3:20 3 പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ എന്ത് ചെയ്യും? അത്താഴം കഴിക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്, മുട്ടുന്നു, വാതിൽ തുറന്നു കൊടുക്കണം. വേള നമ്മൾ പറഞ്ഞു, ഞാനും പിതാവും അവരിൽ വസിക്കും, വചനമകത്തുള്ളവനിൽ വസിക്കും എന്ന് പറഞ്ഞു. ഇവിടെ പറയുക, ആഗ്രഹിക്കുകയാ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഏതാ? ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് കർത്താവ് മുട്ടുകയാ. വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ എന്ത് ചെയ്യും?
അത്താഴം കഴിക്കും. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ഒടുവിലത്തെ പുസ്തകം വരുമ്പോൾ പോലും ആഗ്രഹിക്കുന്ന കാര്യം എന്താ? ദൈവമക്കളോട് കൂടെ അവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ള കാര്യം. കർത്താവിനെ കുറിച്ച് പറയുന്ന പേര് തന്നെ ഇമ്മാനുവേൽ. അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ വസിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് കർത്താവ് പറയുന്നത് ദൈവം നമ്മോട് കൂടെ. അപ്പൊ എത്ര ആഗ്രഹമുണ്ട് കർത്താവിന് നമ്മോട് കൂടെ വസിക്കണമെന്നല്ലേ? തിരുവെഴുത്ത് മുഴുവൻ പഠിച്ചാൽ ദൈവം നമ്മോട് കൂടെ വരാൻ ആഗ്രഹിക്കുന്നു, വസിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ മരുഭൂമിമലയിൽ വെച്ച് നടന്ന സംഭവത്തെ കുറിച്ച് നമുക്കറിയാം. പത്രോസ്, യാക്കോബ്, യോഹന്നാനൊക്കെ യേശു രൂപാന്തരപ്പെടുന്നതൊക്കെ വണ്ണം ഉള്ള കാഴ്ച കാണാൻ ആ മലയിലേക്ക് കയറിപ്പോയി. ആ മലയിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? യേശു പെട്ടെന്ന് എന്ത് ചെയ്തു? രൂപാന്തരപ്പെടുന്നു. പ്രകാശം പോലെ വെണ്മയുള്ള വസ്ത്രമായി യേശുവിന്റെ വസ്ത്രം മാറുന്നു. അതേപോലെ വസ്ത്രം ധരിച്ച രണ്ടുപേർ യേശുവുമായി സംസാരിക്കുന്നു. അവരാരൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലായി. അത് ആരൊക്കെയാണ്? മോശയും ഏലിയാവുമാണ്. അതാ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം. അവർ മുമ്പ് മോശ ഏലിയാവിനെ ഒന്നും കണ്ടിട്ടില്ല. ആ സംഭാഷണം നീളുമ്പോൾ അവര് യേശുവിനോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഗുരു, ഇവിടെ 3 കുടിൽ ഉണ്ടാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നമുക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് മോശയ്ക്ക് എന്ന് വിളിച്ചു പറയാം. അതിന്റെ അർത്ഥം എന്താ? അവരെല്ലാരും കൂടെ അവിടെ ഇരിക്കുന്നത് അവർക്ക് സന്തോഷമായി, ഇഷ്ടമാ. അതുകൊണ്ട് ഇനി എങ്ങും പോകണ്ട, നമുക്ക് ഈ മലയിൽ 3 കുടിലുണ്ടാക്കുന്നത് എന്തിനാ? വീടുണ്ടാക്കുന്നത് സ്ഥിരതാമസമാക്കാൻ വേണ്ടിയിട്ടാ, അല്ലേ? ഇവിടെ ഇരിക്കാം. മോശയോടും ഏലിയാവിനോടും കൂടെ യേശുവും യാക്കോബും പത്രോസും യോഹന്നാനും ഒക്കെ അങ്ങനെ ഇരിക്കുന്ന മനോഹാരിത, ആ സന്തോഷം, അത് നിരന്തരം അനുഭവിക്കാൻ വേണ്ടി കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പിതാവായ ദൈവം എന്ത് ചെയ്തറിയാം? അവിടം കൊണ്ട കാഴ്ചയും ആ സംഭാഷണം എല്ലാം കട്ട് ചെയ്തിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇല്ലേ? അവർ കാഴ്ചയെല്ലാം മാറി. അവിടെ നടന്ന സകല കാര്യങ്ങളും കർത്താവ് മാറ്റിയിട്ട് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, കുടിലുണ്ടാക്കാൻ വരട്ടെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അതെന്താ അങ്ങനെ പറഞ്ഞേ? കുടില് കെട്ടി മോശയും ഏലിയാവിന്റെ കൂടെ താമസിക്കാം. പ്രഗത്ഭന്മാരായിരിക്കുന്ന പ്രവാചകന്മാരാ. മോശ ന്യായപ്രമാണം കൊടുത്തവനാ, തീയിറക്കിയ പ്രവാചകനാണ്. ന്യായപ്രമാണത്തെ പ്രൊട്ടക്ട് ചെയ്ത് തീയിറക്കി ദഹിപ്പിച്ച ഏലിയാവെന്ന് പറഞ്ഞ പ്രവാചകനുണ്ട്, അല്ലേ? മോശ ന്യായപ്രമാണം സ്ഥാപിച്ചവനാണെങ്കിൽ ന്യായപ്രമാണത്തെ ഒരു തലമുറയിൽ പ്രൊട്ടക്ട് ചെയ്ത ആളാണ് ആര്? ഏലിയാവ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇസ്രായേലിന്റെ ആ തീയിറക്കി ദഹിപ്പിക്കുന്ന ഭയപ്പെടത്തക്ക രീതിയിലുള്ള പ്രഗത്ഭനായിരിക്കുന്ന ഒരു പ്രവാചകനാണ് ആര്? ഏലിയാവ്. അവരുടെ വാക്ക്, അവരുടെ വചനം കേൾക്കാനല്ല പിതാവായ ദൈവം പറഞ്ഞ കൂടെ വസിക്കണമെങ്കിൽ, കൂടെ പാർക്കണമെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വചനങ്ങൾക്ക് എന്ത് ചെയ്യണം? ചെവി കൊടുക്കണം. മനസ്സിലായ? ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഏലിയാവ് വലിയ പ്രഗത്ഭനാണെങ്കിലും മോശ ന്യായപ്രമാണം തന്നവനാണെങ്കിലും അവരുടെയൊക്കെ വാക്ക് കേൾക്കാനല്ല പറഞ്ഞത്. കൂടെ വസിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ വചനം നമ്മുടെ അകത്ത് വസിക്കണമെന്ന്. യേശുവിന്റെ വചനം നമ്മുടെ അകത്ത് വരണമെന്നാ പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലും അവന്റെ വചനം നിങ്ങളിലും. 3 രീതിയിലാണ് കർത്താവ് നമ്മുടെ അകത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. 3 രീതി, അല്ലേ? നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കണമെങ്കിൽ 3 കാര്യം, പ്രധാനപ്പെട്ട 3 കാര്യം. ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട 3 കാര്യം. അതിൽ ഒന്നാണ് വചനം നമ്മുടെ അകത്ത് വേണം. ആരുടെ വചനം? ക്രിസ്തുവിന്റെ വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ യേശു നമ്മുടെ അകത്ത് വരും. ഒന്ന് വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും എന്ത് ചെയ്യണം? വസിക്കണം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കണം. അപ്പൊ കർത്താവ് വസിക്കണമെങ്കിൽ എന്ത് വേണം? വചനമകത്ത് വരണം. ആരുടെ വചനം? കർത്താവിന്റെ വചനം. ഇനി അതിനോട് ചേർന്നൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ
14 അധ്യായം 23 വാക്യം, 14:23. യേശു അവരോട്, ആ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അവനോടുകൂടെ വസിക്കുകയും അല്ലേ വാസം ചെയ്യും. അപ്പോൾ യേശുവോ ദൈവമോ ഒക്കെ എന്റെ അകത്ത് വരണേ എന്ന് പ്രാർത്ഥിച്ചാ പോരാ, അല്ലേ? നമുക്കൊരാഗ്രഹമില്ലേ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കണം, കർത്താവ് നമ്മുടെ അകത്ത് വസിക്കണം, എപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ബലമാ, അതിന് ഞാൻ എന്ത് ചെയ്യണം? ചിലരുടെ ചോദ്യമാണ്. അക്ഷരാർത്ഥത്തിൽ കർത്താവ് വന്ന് മെറ്റീരിയലായിട്ട് ഫിസിക്കലായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കത്തില്ല. ഇപ്പോൾ ഈ വായിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ബോധ്യമായി? വചനമായി നമ്മുടെ അകത്ത് ആര് വസിക്കും? യേശു വസിക്കും. കാര്യം അതാ പറഞ്ഞത്, നിങ്ങൾ എന്നിൽ എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ ഞാനും പിതാവും കൂടെ നിങ്ങളുടെ അകത്ത് വന്ന് എന്ത് ചെയ്യും? വസിക്കും. അപ്പൊ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കണമെങ്കിൽ സുവിശേഷങ്ങൾ വായിക്കണം. കർത്താവ് പറഞ്ഞ വചനം നമ്മുടെ അകത്തായാൽ അതനുസരിച്ചാൽ നമ്മുടെ ഉള്ളിൽ ആര് വസിക്കും? യേശു വസിക്കും, ദൈവം വസിക്കും എന്നാ പറഞ്ഞു. അതിനാ വചനം പഠിക്കണമെന്ന് പറയും, വചനം വായിക്കണമെന്ന് പറയുന്നു, വചനം ധ്യാനിക്കണമെന്ന് പറയുന്നു. വചനം വായിച്ചാൽ മാത്രം പോരാ, വചനം അനുസരിക്കുകയും ചെയ്യും. എന്താ ഒരു ഉദാഹരണം ഞാൻ പറയും. ഈ യേശു നമ്മുടെ എപ്പോഴും അകത്തിരിക്കണമെങ്കിൽ നമുക്കറിയാം, ഈ വചനത്തിന് ശക്തിയുണ്ട്. യോഹന്നാൻ തന്നെ പറയുന്നത് എന്താ? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം എന്തായി മാറി? ജഡരൂപം എടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ യേശു ആരാണ്? യേശു ആരായിരുന്നു? യേശു വചനമായിരുന്നു. വചനമായിരുന്നവൻ നമ്മുടെ കൂടെ, അതാ ഇമ്മാനുവേൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വചനം അകത്തുണ്ടെങ്കിൽ ദൈവം അകത്തുണ്ടെന്നാ. അതുകൊണ്ട് വചനം വായിക്കണം. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടണം എന്നൊക്കെ പറയുന്നത് അതാ. അവര് വചനം അവരെ ഹൃദയത്തിനകത്ത് കയറിയാൽ ദൈവം അവരകത്ത് വസിക്കുന്നു എന്നാ. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പോൾ അവർക്ക് ആരെ ഓർമ്മ വരണം? ദൈവത്തെ ഓർമ്മ വരണം. വചനം കേൾക്കുമ്പോൾ അവരിൽ എന്തുണ്ടാകണം? ദൈവ സാന്നിധ്യം ഉണ്ടാകണം. വചനം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സാന്നിധ്യ ബോധമുണ്ടാകണം. അപ്പൊ യേശുവിനെ അകത്ത് കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അത് കുരിശ് വെക്കുന്നതാണോ? അല്ല. യേശു ഈ വീടിന്റെ നായകൻ എഴുതി വെക്കുന്നതാണോ? അല്ല. പിന്നെന്താണ്? യേശുവിന്റെ വചനങ്ങൾ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നതും അതനുസരിക്കുന്നതുമാണ് യേശു അകത്ത് വരാനുള്ള മാർഗം. അപ്പോൾ വചനം അകത്ത് വന്നാൽ യേശു അകത്ത് വന്നു എന്നർത്ഥം. വചനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? യേശു അല്ലേ? വചനം കേട്ടാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ആര് വരണം? യേശു വരണം. ഇപ്പൊ ഉദാഹരണം പറയാം. പിണറായി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താ മനസ്സിലായി? ഞാനിപ്പോ ഒരു വാക്ക് പറഞ്ഞു. എന്താ പിണറായി? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? മലയാളികൾക്ക് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയുടെ മുഖം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നല്ലോ. പക്ഷെ അത് ശരിക്കും പിണറായി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് പിണറായി. നിങ്ങൾക്ക് എന്നാ ഓർമ്മ വരാഞ്ഞ്? നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആകെ അറിയാവുന്ന പിണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയാ. അപ്പോൾ പിണറായി എന്ന് പറയുന്ന വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരെ ഓർമ്മ വന്നു? പിണറായി ഓർമ്മ വന്നു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ യേശു അകത്ത് വരും ഉടനെ. മനസ്സിലായോ? വചനം കേൾക്കുമ്പോൾ, വചനം അകത്തിരിക്കുമ്പോൾ യേശു അകത്തുണ്ടെന്നർത്ഥം. ഉള്ളൂർ എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്ക് അറിയില്ലേ? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്ന് പറയുന്ന കവിയെ നമുക്ക് ഓർമ്മ വരും. പക്ഷെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമാണ് ഉള്ളൂർ. അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ ആയിരുന്നു. അവിടെ ചങ്ങനാശ്ശേരിയിലൊക്കെ ജോലിക്ക് വന്നപ്പോൾ മകനെ കൂട്ടിക്കൊണ്ട് വന്ന് അദ്ദേഹം വലിയ കവിയാ ഇല്ലേ? കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, പിന്നെ പ്രാവേ പ്രാവേ പോകരുതേ. ഈ പാട്ടൊക്കെ നമ്മൾ പഠിച്ചത് എങ്ങനെ? ഉള്ളൂര് കവിത എഴുതുകൊണ്ടാ അല്ലേ? അത് നമ്മൾ ഉള്ളൂരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഓർക്കുന്ന ആ സ്ഥലമൊന്നുമല്ല. പിന്നെ ഉള്ളൂർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒരു കവിയെ നമുക്ക് ഓർമ്മ വരുന്നത്. ആ വാക്ക് കേൾക്കുമ്പോൾ ഇസ്കരിയാത്ത് എന്ന് പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ, ഇസ്കരിയാത്ത് പലസ്തീൻ നാട്ടിലെ ഇസ്കരിയാത്ത ഗ്രാമമല്ല നമുക്ക് ഓർമ്മ വരുന്നത്, മറിച്ച് യൂദാസിന്റെ മുഖമാണ്. അപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ ഒരു വ്യക്തി അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത്, അല്ലെങ്കിൽ ഒരു സ്ഥലം അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന പോലെ
ഈ വചനം കേൾക്കുമ്പോൾ, വചനം അകത്ത് വസിക്കുമ്പോൾ സാക്ഷാൽ ദൈവം തന്നെയാണ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. അത് മനസ്സിലായ സ്തോത്രം ചെയ്താൽ. അതുകൊണ്ട് യേശുവിനെ അകത്താക്കണമെങ്കിൽ വചനം അകത്താകണം. യേശു അകത്ത് വർക്ക് ചെയ്യണമെങ്കിൽ വചനം അകത്ത് വരണം. വചനം അകത്തുണ്ടെങ്കിൽ വചനം ശക്തിയാ. ആ ശക്തി വെളിയിലേക്ക് വ്യാപരിക്കും. അകത്തുള്ള വചനം വിശ്വാസമായി പരിണമിച്ചാൽ അത് വെളിയിൽ ഭൗതിക ലോകത്തിൽ ചില ക്രിയകൾ ചെയ്യും. നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം വിടുതൽ ഉണ്ടാകും. അകത്ത് കിടക്കുന്ന വചനം ആ വിശ്വാസമായി പരിണമിച്ച് ക്രിയേഷൻ നടത്തുന്നത്. മനസ്സിലായോ? വേണ്ടതുപോലെ വചനം അകത്തില്ലാത്തത് കൊണ്ടാണ് നമുക്ക് വിടുതൽ സംഭവിക്കാത്തത്, രോഗസൗഖ്യം ഉണ്ടാകാത്തത്, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്തത്, കടഭാരം മാറാത്തത്, വിഷയങ്ങൾക്ക് വിടുതൽ ഉണ്ടാകാത്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? വചനം അകത്തില്ല, യേശു അകത്തില്ല, ദൈവം അകത്തില്ല. വചനമാകുന്ന ദൈവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് വിശ്വാസമായി കൺവേർട്ട് ചെയ്തിട്ട് അത് ദൈവശക്തിയായി രൂപാന്തരപ്പെട്ട് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം വിടുതലായി മാറും. വചനത്തിന് അത്രയും ശക്തിയുണ്ടോ അത്രയും ശക്തിയാ ദൈവത്തിന്റെ ശക്തി. തിരിച്ചു പറഞ്ഞാൽ ദൈവത്തിന് അത്രയും ശക്തിയുണ്ടോ അത്രയും ശക്തി എന്തിനുണ്ട്? വചനത്തിനുണ്ട്. ആ വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു അന്ധകാര ശക്തിയും കഴിയത്തില്ല, ഒരു പിശാചിനും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം. അതുകൊണ്ട് കർത്താവ് നമ്മളോട് വളരെ കാര്യമായിട്ട് പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവമേ, അവരുടെ ഉള്ളിൽ വചനം വരണം, വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം, വചനം അവരിൽ വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കും. ആരുടെ വചനമായത്? ദൈവത്തിന്റെ വചനം. അപ്പോൾ ഒന്നാമത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? വചനം വസിക്കണം. രണ്ടാമത് 1 യോഹന്നാൻ 4:13 ദൈവം നമ്മുടെ അകത്ത് വരാൻ എന്താ ചെയ്യേണ്ടത്? വായിച്ചാട്ട്. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. നമ്മുടെ അകത്ത് ദൈവം വസിക്കണമെങ്കിൽ നമ്മളിൽ ദൈവമുണ്ടെന്നും ദൈവം നമ്മളിലാണെന്നും അറിയണമെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു തെളിവ്? നമ്മുടെ അകത്ത് ദൈവം വന്നു എന്നുള്ള തെളിവ്, നമ്മൾ ദൈവത്തിലാണെന്നുള്ളൊരു തെളിവ്, അവൻ പകർന്ന ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു. നമ്മുടെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അവനിൽ വസിക്കുന്നു, അവൻ നമ്മളിൽ വസിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ എനിക്കുള്ളവരെ അല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വാഴട്ടെ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ അകത്ത് ആത്മാവ് വന്നാൽ അതിന്റെ അർത്ഥം സാക്ഷാൽ ദൈവം നമ്മുടെ അകത്ത് ആത്മാവായി ഉണ്ട് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും. അതിന്റെ അർത്ഥം ആത്മാവ് അകത്തുണ്ടെങ്കിൽ, ആത്മാവിനെ കർത്താവ് തന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ദൈവത്തിലാ, ദൈവം എന്നില്ല. ഈ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വഭാവം രൂപീകരണം വരുത്തേണ്ടത് ഈ വചനം അകത്ത് വന്നിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന്റെ മകനാ, എൻ്റെ ദൈവത്തിന്റെ മകളാണ് എന്ന് കേട്ടിട്ടായിരിക്കണം. നമ്മളൊരു വ്യത്യാസം, നമ്മളൊരു മാറ്റം, നമ്മളിൽ കൂടെ വീര്യപ്രവർത്തികൾ, നമ്മളിൽ കൂടെ അത്ഭുതങ്ങൾ ഒക്കെ നടക്കണമെങ്കിൽ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വചനമാകുന്ന ദൈവം എൻ്റെ അകത്തുണ്ട്, ആത്മാവാകുന്ന ദൈവം എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഫലം കഴിക്കാൻ കഴിയുന്നത്, യേശുവിനെ പോലെ ആയിരിക്കാൻ കഴിയുന്നത്, ചില വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അകത്ത് ദൈവം, ഞാൻ ദൈവത്തിൽ. എങ്ങനെ? വചനത്താൽ, ആത്മാവിനാൽ. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 6:50 വായിച്ചാൽ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗ്ഗത്തിൽ ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാവരും എന്നേക്കും ജീവിക്കും.
ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ആ ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ആ മാംസമാകുന്നു. അടുത്ത വാക്യം. ആകയാൽ ആ ഞാൻ ഈ അപ്പം തിന്നുന്നവൻ, ഒന്ന് വായിച്ചോട്ടെ ഓക്കെ. ആ 50-ാം വാക്യം. ആ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ആ. ഞാനാകുന്നു. ആ. ഈ അപ്പം തിന്നുന്നവനെല്ലാം ആ. എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ആ ലോകത്തിന്റെ ജീവന് വേണ്ടി ആ. ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകും. മാംസമാകും. തൊട്ട് പുറകിൽ വാക്യമുണ്ട്, തിന്നുന്നവൻ വസിക്കും എന്നൊരു വാക്യമുണ്ട്. തിന്നുന്നവരിൽ ഞാൻ വസിക്കും എന്നൊരു വാക്യമുണ്ട്. പിന്നീട് വിശദമായിട്ട് പരിശോധിച്ചാൽ മതി. അപ്പൊ അവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് യേശു തന്റെ ശരീരം, അല്ലെ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന എന്നെ തിന്നുന്നവൻ എന്മൂലം എന്ത് ചെയ്യും? ജീവിക്കുമെന്നാ. എന്നെ തിന്നുകയും എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കാതിരിക്കുകയും ചെയ്യുന്നവനിൽ ജീവനില്ല, ഞാൻ അവനിൽ വസിക്കും. ആ വാക്യം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അക്ഷരികമായിട്ട് മൂന്നാമതൊരു കാര്യം പറയുന്നത് അറിയാമോ? വീഞ്ഞുകൾ ഭക്ഷിക്കുമ്പോൾ അവൻ ആര് വസിക്കുകയാണ്? ദൈവം വസിക്കുക എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആയിട്ട് ഒരു അപ്പമോ ഒരു വീഞ്ഞോ ഒക്കെ കുടിക്കുമ്പോഴല്ല ദൈവം വസിക്കുന്നത്, മറിച്ച് വീഞ്ഞുകൾ ഭക്ഷിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, അല്ലേ? അപ്പവും വീഞ്ഞും കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പവും വീഞ്ഞും ഭക്ഷിക്കുമ്പോൾ കർത്താവിന്റെ തിരുമേശയിൽ പങ്കാളികളാകുമ്പോൾ ഓർമ്മയിൽ, ആരുടെ ഓർമ്മയ്ക്കായിട്ട്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മയിൽ, നമ്മുടെ മനസ്സിൽ ആരപ്പോൾ വസിക്കുന്നു? യേശു വസിക്കും. കർത്താവിന്റെ മേശ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? വീഞ്ഞുകൾ കാണുമ്പോൾ ഒരു യഥാർത്ഥ ദൈവത്തിൽ തോന്നുന്നത്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവൻ ഇതുവരെ വന്നിട്ടില്ല, അവൻ വരാൻ പോവുക. വീഞ്ഞുകൾ കാണുമ്പോൾ എന്തോർമ്മ വരുന്നു? യേശുവിനെ ഓർമ്മ വരുന്നു. ആ ഓർമ്മയിൽ അവന്റെ ഹൃദയത്തിനകത്ത് യേശു ജീവിക്കുന്നു. അപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വചനത്തിൽ കൂടെ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, അല്ലേ? അവൻ തന്ന ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ആര് വസിക്കുന്നു? യേശു വസിക്കുന്നു. അവൻ ആത്മാവിനെ തന്നുകൊണ്ട് ഉള്ള ഗുണമെന്താ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുക മാത്രമല്ല, യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം സാക്ഷിക്കുന്ന, യേശുവിനെ കുറിച്ച് ഏറ്റുപറയുന്ന ഒന്നാണ് ആത്മാവ്. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ് ആത്മാവ്. മൂന്നാമത്തെ കാര്യം, വീഞ്ഞുകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരുടെ ഓർമ്മ വരുന്നു? യേശുവിന്റെ ഓർമ്മ വരുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് യേശു വീണ്ടും എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ഒരാൾ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകലുമ്പോൾ അവനെ അകറ്റാൻ കർത്തൃമേശ സഹായിക്കുന്നുണ്ട്, അല്ലേ? ഒരല്പം പിന്മാറ്റം, അല്പം മടുപ്പ് ഒക്കെ ഉള്ളവർ ഒരാൾ കർത്തൃമേശയിലേക്ക് വരുമ്പോൾ വേഗത്തിൽ അവൻ തന്നെ ക്രമീകരിച്ചിട്ട് അവൻ യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വരുന്നു. കാര്യം ഇത് യേശുവിന്റെ മേശയാ, അവനുമായിട്ട് കൂട്ടായ്മയുടെ ബന്ധമാ, അവനുമായിട്ടുള്ള പന്തി ഭോജനമാ. ഇതിന്റെ മൂന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. ആത്മാവിനെ പകരുമ്പോൾ ആത്മാവിൽ കൂടെ യേശു വസിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ ബന്ധമാണെങ്കിൽ, വചനത്തിൽ കൂടെ യേശു നമ്മുടെ അകത്ത് വസിക്കുന്നെങ്കിൽ അത് നമ്മുടെ മനസ്സിന്റെ ബന്ധമാണ്, നമ്മുടെ ദേഹിയുടെ ബന്ധമാണ്. വീഞ്ഞുകൾ കാണുമ്പോൾ അക്ഷരികമായിട്ട് ഭക്ഷിക്കുമ്പോൾ യേശുവിന്റെ ഓർമ്മ നമ്മുടെ അകത്തേക്ക് വരും. വചനത്താൽ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശാരീരിക ബന്ധമാണ്. ശരീരവും മനസ്സും ആത്മാവും 3 തലങ്ങളിൽ വചനത്തിൽ കൂടെ, വീഞ്ഞുകൾ കൂടെ, ആത്മാവിനെ പകർന്നതിൽ കൂടെ 3 മേഖലകളിലും യേശുവിനെ വസിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ എല്ലാ ഓപ്ഷനും ദൈവം കൊണ്ടേക്ക് ഒരുക്കിയിരിക്കുക. ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം മുറിയാതിരിക്കാൻ പുതിയ നിയമം സ്ഥാപിച്ചപ്പോൾ കർത്താവ് നമുക്ക് വചനം തന്നു, ആത്മാവിനെ തന്നു, തന്നെ മേശ സ്ഥാപിച്ച് അവന്റെ ഓർമ്മ നിലനിർത്തുക മാത്രമല്ല, വചനം അകത്ത് തന്ന് ആത്മാവിനെ തന്ന് അവൻ നമ്മുടെ ഉള്ളിൽ സ്ഥിരവാസം ചെയ്യുന്നു. നമ്മളൊന്ന് പരിശോധിക്കണം, നമ്മുടെ അകത്ത് കർത്താവ് ഉണ്ടോ? നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് കർത്താവ് വസിക്കുന്നുണ്ടോ?
യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവന്റെ വചനമകത്തുണ്ടെങ്കിൽ, എന്റെ വചനമകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോടൊന്ന് അപേക്ഷിച്ച് ഞാൻ നിങ്ങൾക്കെല്ലാം എന്ത് ചെയ്യാം, നൽകിത്തരാം. അപ്പൊ ഈ അത്യന്തമായ ശക്തി, ഈ ആത്മാവ്, ഈ ദൈവകൃപ, യേശു നമ്മുടെ അകത്തുള്ളത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്, നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതലുണ്ട്. കർത്താവ് അകത്തുണ്ടെങ്കിൽ, യേശു അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വിഷയത്തിനും പരിഹാരമാണ്. യേശു അകത്തുണ്ടെങ്കിൽ അല്ലേ, നമ്മളിപ്പം ചെന്നൊരു ലോൺ ചോദിച്ചാൽ ബാങ്കുകാരെ നമുക്ക് തരുമോ? നമ്മുടെ വിഷയത്തിൽ പരിഹാരമുണ്ട്, ബുദ്ധിമുട്ടാ. എന്നാൽ നമ്മുടെ മക്കളിൽ ഒരാള് നാളെ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ നമ്മൾ ലോൺ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? എങ്കിൽ പോലും ഒരു ബാങ്കിൽ ചെന്ന് ഞാനൊരു ബാങ്ക് ലോണിന് വന്നതാണെന്ന് പറയുന്നതിന് മുമ്പ് അവർ കസാര ഇട്ട് തന്നിട്ട് എത്ര കോടി വേണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന ഒരുത്തൻ ആരാ? അമേരിക്കയുടെ പ്രസിഡന്റ്. സാധ്യതയുണ്ടല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കണ്ട് കൊല്ലംകാരനെ കണ്ണൂരംകാരനെ കണ്ട് പോയി അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ മത്സരിക്കാൻ അവിടെ പോയതായിട്ടൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഒരാൾ, ഒരു ഇന്ത്യക്കാരൻ യൂറോപ്പിന്റെ പ്രധാനമന്ത്രിയൊക്കെ ആയി. അപ്പോൾ സാധ്യത ഉണ്ട്. അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ നല്ലത്, നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആകട്ടെ. ഇല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞതാ. അപ്പോൾ അകത്ത് വസിക്കുന്ന ഒരുവൻ ശക്തനാണെങ്കിൽ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുക, അകത്ത് വസിക്കുന്ന ഒരുവൻ, ഈ ലോകത്തുള്ള ഒരാൾ ശക്തനാണെങ്കിൽ എല്ലാ വിടുതലുകളും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് കിട്ടുമെങ്കിൽ നമ്മുടെ അകത്ത് സർവശക്തനായ ദൈവം വചനമായി ആത്മാവായി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിതാവ് പുത്രൻ കൂടെ മഹത്വപ്പെടേണ്ടതിന് നൽകിത്തരും. ആ ഉറപ്പാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിച്ചു അതെല്ലാം തരാം. പക്ഷേ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും വചനം പ്രമാണിക്കുകയും ചെയ്യണം. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ എല്ലാം കിട്ടും, എല്ലാം കിട്ടും. പ്രൈസ് ദി ലോർഡ്. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവസന്നിധിയിൽ ഇടയിൽ നിൽക്കുന്നവരുണ്ട്, പല പ്രശ്നങ്ങൾക്കും പരിഹാരം ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരോടും ഇന്ന് പകൽ പറയാനുള്ള കാര്യമേ ഉള്ളൂ, കർത്താവ് അകത്തുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളിലാണെങ്കിൽ, നിങ്ങൾ കർത്താവിലാണെങ്കിൽ എല്ലാ വിഷയത്തിനും പരിഹാരമുണ്ട്. കാര്യം ദൈവത്തെക്കാൾ ശക്തമായ വേറെ ഒന്നുമില്ല. അവൻ സർവശക്തനാണ്. അവനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. അത്യന്തമായൊരു ശക്തിയാണ്. അതകത്തുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിപ്പീൻ, ഞാൻ നൽകിത്തരാം. പിതാവ് നൽകിത്തരുമെന്ന് തീരുമാനമെടുക്കണം. കർത്താവേ, നീ എന്നിൽ വസിക്കണം, ഞാൻ നിന്നിൽ വസിക്കാം. നിന്റെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ, നിന്റെ വചനം എന്റെ അകത്ത് തരണമേ. ആമേൻ. നിന്റെ കൂട്ടായ്മയിലെല്ലാം നിലനിർത്തണമെന്ന് പ്രാർത്ഥിച്ചാട്ട്. കൂട്ടായ്മ വിട്ടുപോകുന്നവന്റെ ഉള്ളിൽ യേശുവില്ല. ഉണ്ടോ? കർത്താവിന്റെ മേശ നടക്കുമ്പോൾ ഒഴിഞ്ഞിരിക്കുന്നവരുണ്ട്, മാറിയിരിക്കുന്നവരുണ്ട്. ആർക്ക് പ്രാഗൽഭ്യമില്ല, അതുകൊണ്ട് അവർ മാറി നടക്കുന്നത്. നിനക്ക് യേശുവുമായിട്ട് കൂട്ടായ്മയില്ല, ദൈവമക്കളുമായിട്ട് കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടാണ് നീ കർത്താവിലല്ല എന്ന് പറയുന്നത്. നിനക്ക് പറയാൻ ലോകപ്രകാരമുള്ള കാര്യമാ, ജഡപ്രകാരമുള്ള കാര്യമാ, സ്വന്തം കാര്യമാ. അല്ലാതെ വചനം പറയാനില്ലെങ്കിൽ, അകത്തൊന്ന് വചനം വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നീ യേശുവിലല്ല, യേശു നിന്നിലുമല്ല. നിന്റെ അകത്തൊന്ന് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ലെങ്കിൽ, ആത്മാവിന്റെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ, ആത്മാവിന്റെ പ്രവൃത്തികൾ നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ അകത്താരില്ല, യേശുവില്ല, നീ യേശുവിലല്ല. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നിന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്ന് നീ അകത്ത് വരണമേ. ആത്മാവായി അകത്ത്, എന്റെ ആത്മാവിൽ വചനമായി എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിനകത്ത്. കർത്താവേ, അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടത്തിൽ കൂടെ ഭൗതികമായി എനിക്ക് എന്റെ കർത്താവിനെ അറിയുവാൻ ദൈവനെ ഇടയാക്കണമേ. വചനത്തിൽ വസിപ്പാൻ അപ്പവീഞ്ഞുകൾ കൂടെ പ്രതികരിക്കുന്ന കർത്താവ് എന്റെ ഉള്ളിൽ വസിക്കുന്നവനായി മാറട്ടെ. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഈ പകൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വചനം അകത്ത് അവരിലേക്ക് പ്രവേശിച്ചിട്ട് യേശു അവരിൽ വസിക്കട്ടെ, ദൈവം അവരിൽ വസിക്കട്ടെ. വചനത്താൽ പിതാവും യേശു അവരുടെ ഉള്ളിൽ വരട്ടെ. ഈ ദിവസങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ
നിന്റെ വചനം എന്റെ ഹൃദയത്തിലാക്കി തരണമേ. ശക്തിയാകുന്ന വചനം എന്റെ അകത്ത്, നിന്റെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ. കർത്താവിന്റെ കൂട്ടായ്മയിൽ നിന്ന് എന്നെ പുറത്തു കളയാതെ ആ കൂട്ടായ്മയിൽ എന്നെ നിർത്തണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ എന്നെ തൊടാൻ കഴിയത്തില്ല, എന്റെ തലമുറകളെ തൊടാൻ കഴിയത്തില്ല, എനിക്കുള്ളതിനെ തൊടാൻ കഴിയത്തില്ല. എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈശ്വരക്ക് പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചിട്ട് ആഴത്തിൽ തിരിച്ചറിഞ്ഞിട്ട് ദൈവമായിട്ട് നല്ല ബന്ധത്തിൽ നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വസിക്കട്ടെ. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഇറങ്ങി വസിക്കണമേ. കർത്താവിന്റെ ജീവൻ ഞങ്ങൾ വ്യാപരിക്കണമേ. കർത്താവേ, ഒരു പുത്തപരുത്ത ജീവിതമല്ല, കർത്താവുമായിട്ട് ആഴത്തിൽ ബന്ധം സ്ഥാപിച്ചെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അടുത്ത ഒരാഴ്ച ഞങ്ങളെ അവിടുത്തെ കൃപയിൽ മറയ്ക്കണം. തലമുറകളെ അനുഗ്രഹിക്കണമേ. കൂട്ടായ്മകളായി ദൈവമക്കളെ സഹായിക്കണം. യാത്രയിലും പൂക്കളും വരവിൽ സൂക്ഷിക്കണം. ഒരുമിച്ച് വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന അതിനെ കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതിന് ദൈവത്തെ